ടീച്ചറെ ഇതൊന്നും അനുവദിച്ചു കൊടുക്കരുത്. ഇതെന്തോ അഴിമതി നടത്താനുള്ള ശ്രമമാണ്. ശരിയാ, എനിക്കും അത് തോന്നി. ക്ലാസ്സിലെ കേടായ ഫാനൊന്ന് മാറ്റിയിടാൻ പറഞ്ഞപ്പോ ഫണ്ടില്ലെന്ന് പറഞ്ഞ പാർട്ടീസാ. അത് ശരിയാ ടീച്ചറെ. ഈ കാട്ടിലോട്ടൊക്കെ ടൂർ വയ്ക്കാന്ന് പറഞ്ഞാൽ വലിയ ചെലവുള്ള കാര്യമല്ലല്ലോ. ഇതെന്തോ ഉടായിപ്പാ. അതെ, ദേ സാറ്. അതെ അതെ, ടീച്ചർക്ക് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഇതൊക്കെ വേറെ ഉടായിപ്പാ. എന്താണ് രണ്ടുപേരും കൂടെ രാവിലെ? ഓ, പ്രത്യേകിച്ചൊന്നുമില്ല. അതെ, ഞാൻ നന്നായി പറഞ്ഞതാ ടീച്ചറെ, വണ്ടർലാൻഡിലേക്ക് പോവാന്ന്. കേട്ടില്ല. സാർ എന്താ സാറേ കൊച്ചു പിള്ളേരെ പോലെ? പിള്ളേർക്കാണ് തുള്ളിയും കൂടുതല്. പോ സാറേ ചുമ്മാ. എന്താ എല്ലാവരും കൂടി ഒരു ഗൂഢാലോചന? എന്നെ പുറത്താക്കാനുള്ള വല്ല പ്ലാനും ആണോ? ഞങ്ങൾ അങ്ങനെ ചെയ്യൂ സാറേ. പിന്നെന്താ രാവിലെ ഒരു ചർച്ച? സാർ ഈ ടൂർ വേണോ? അതെന്താ അങ്ങനെ? നമ്മളെല്ലാം പ്ലാൻ ചെയ്തതല്ലേ? അല്ല എന്നാലും അല്ലേ സാറേ? അതെ. അപ്പോ സജി സാറേ, കാര്യങ്ങളൊക്കെ എങ്ങനെ? കുട്ടികളെല്ലാവരും എത്തി. ഇനി കുറച്ച് രക്ഷകർത്താക്കളൂടെ വരാനുള്ളൂ. ഞാൻ പോയി നമ്മുടെ സുദർശൻ സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം. സാറേ, നമ്മളെന്തിനാ ഇനിയും വെയിറ്റ് ചെയ്യുന്നത്? കുട്ടികളെ കൊണ്ടുപോകുന്നില്ലേ? ഞാൻ ആ 9 അക്ഷയുടെ അച്ഛനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, ആളൊരു പോലീസുകാരനാണെന്നേ ഉള്ളൂ. നമ്പർ 1 മണ്ടനാ. അതാ വരും. ഞാൻ പറഞ്ഞൊന്നും പറയല്ലേ. ഇല്ല. സാറിന് 100 ആയിസാ. സാറിനെ പറ്റി ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. ഇയാളെന്തിനെ കുറിച്ച് പറഞ്ഞേ? സാറ് ഡിപ്പാർട്ട്മെന്റിൽ പുലിയാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അതൊരു സത്യം മാത്രം. ടൂർ പോവല്ലേ? പിന്നെ സാറെന്താ ഈ വേഷത്തില്? രാവിലെ നനച്ചിട്ട് നിക്കറേ, ഉണങ്ങിയിട്ടില്ല. ജസ്റ്റ് എന്റെ അച്ഛൻ കട്ടോണ്ട് പോയേ. പണ്ടത്തെ പോലെ ഇവിടെ മണ്ടത്തരങ്ങൾ കാണിക്കരുത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നേരത്താണ് ഇങ്ങനെയൊക്കെ കുഴു കുത്തി വാഴ വെച്ചാ മതിയായിരുന്നു. സാർ, കുട്ടികളെല്ലാരും വന്നു. ഒരു കുട്ടിയുടെ അച്ഛൻ സാറിനെ അന്വേഷിക്കുന്നുണ്ട്. മോളൊരു കാര്യം ചെയ്യും, എല്ലാരും എത്തിയിട്ടുണ്ടെന്ന് HM-നെ അറിയിക്കും. സാർ, ഞാൻ അർജുന്റെ ചേട്ടനാണ്. അർജുന്റെ ചേട്ടനാ? കണ്ടാ പറയില്ല. അതെല്ലാരും പറയുന്നുണ്ട്. അച്ഛൻ പണ്ട് പട്ടാളത്തിലായിരുന്നേ, സമയത്തിന് ലീവൊക്കെ കിട്ടും. അർജുൻ ഇവിടെ ഉണ്ടായിരുന്നു. മോളൊരു കാര്യം ചെയ്യും, ബാഗ് കൊണ്ട് ബസ്സിൽ പോയി. ഓക്കെ സാർ, ഓക്കെ. മോള് HM-നെ ഒന്ന് അറിയിക്കും. ഞാൻ ഇപ്പൊ വരാം. ശരി സാർ. അർജുന്റെ ചേട്ടനാണല്ലേ? ഹായ് ചേട്ടാ. അവൻ എപ്പോഴും ചേട്ടനെ കുറിച്ച് പറയും. ആക്ച്വലി ഐ ആം എ ബിഗ് ഫാൻ ഓഫ് യു. വീട്ടിലെ ഫാൻ നല്ലതാ. പണ്ടച്ഛൻ പട്ടാളത്തിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇത്തിരി സൗണ്ട് ഉണ്ടെന്നേ ഉള്ളൂ, ഭയങ്കര കാറ്റാ. അതിനെപ്പറ്റി അവൻ നിന്റെ അടുത്ത് പറഞ്ഞോ? തമാശ പറഞ്ഞാണല്ലേ? അല്ല ചേട്ടാ, എങ്ങനെ ഈ സോഷ്യൽ വർക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കിട്ടുന്നേ? അതും മൈക്രോസോഫ്റ്റിലെ ജോലി കളഞ്ഞിട്ട്. അർജുൻ പറഞ്ഞപ്പോ ഞാൻ ശരിക്കും ഷോക്കായി. ചേട്ടൻ അവിടെ 3 ലക്ഷം രൂപ സാലറി ഉണ്ടായിരുന്നില്ലേ, പിന്നെന്തിനാ ജോലി കളഞ്ഞ? എത്രയെന്ന്? 3 ലക്ഷം. എന്താ ചേട്ടാ? അച്ഛാ, ഒരു 30 രൂപ ഉണ്ടോ? ഇല്ല. ഒരു 20 രൂപ? ഇല്ല. ഒരു 10 രൂപയെങ്കിലും? ഇല്ല. അച്ഛാ, ഒരു 5 രൂപയെങ്കിലും ഉണ്ടാ നിങ്ങളെ കയ്യില്? നിനക്ക് എന്തിനാണ് ഇപ്പൊ പൈസ? മിനി ഗോൾഡ് വാങ്ങാനായിരുന്നു. ചേട്ടാ, HM-നെ കാണാൻ പോണ്ടേ? ഓക്കെ, വന്നേ. സാർ, കുട്ടികളൊക്കെ വന്നിട്ടുണ്ടെന്ന് സുദർശൻ സാർ പറയാൻ പറഞ്ഞു. ഒരു കുട്ടിയുടെ അച്ഛന് സാറിനെ കാണണമെന്ന് പറഞ്ഞു. മോള് പോയിക്കോ, ഞാനങ്ങ് വന്നോളാം. അല്ല, നിങ്ങളാരാ? ഞാൻ എട്ടിപ്പടിക്കുന്ന അർജുന്റെ ചേട്ടനാണ്. അവനിപ്പോ അങ്ങോട്ട് പോയല്ലേ ഉള്ളൂ. ആണോ? മോനെ, കുട്ടികളൊക്കെ നോക്കണം. ശരി സാർ. എല്ലാം കുരുത്തം കെട്ടന്മാരാ, ശ്രദ്ധിച്ചോളണം. റിസ്ക് അല്പ കൂടുതലാ, അറിയാലോ. കാടാണ്. കാടാ? ഏത് കാട്? അഗസ്ത്യവനം. അഗസ്ത്യവനം? അമ്മച്ചി ഏക്കിലെടുക്ക് ഇതുവഴി പോയത് കണ്ടീനി. മലയാളത്തിൽ പറയടാ. അമ്മച്ചി എരപ്പാളിയാണെങ്കിലും മലയാളിയാ. എന്തു പറ്റി? ഒന്നുമില്ല സാർ. ബാഗ് കൊണ്ടുപോയി വണ്ടി വെക്ക്. ഓക്കെ. ഈ കാട്ടിപ്പോയി ഞാൻ ആരെ പിടിച്ച് ഉമ്മ വയ്ക്കാനാ? കണ്ടിട്ടൊരു കള്ള ലക്ഷണമാണ്.
ആ കേറിക്കോ കേറിക്കോ. അർജുൻ, രാജേഷ്, അശ്വിൻ, അമലേന്ദു, ശ്രാവൺ, കിരൺ, അഷ്റഫ്, ആകാശ്, പവിത്ര. ഞാൻ വിളിച്ചോളാം. കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കണേ സുദർശൻ സാറേ. ആ ശരി സാർ. ശരി. ഹലോ, ആരാ ഇത്? ആ ഞാനാ. ഒരു വിവരവും ഇല്ലല്ലോ. ഞാൻ 2 ദിവസം മുമ്പ് വിളിച്ചതല്ലേ? ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അല്ല, ഒന്നുമില്ല. എന്ത് പറ്റി മാധവ? മോള് നിനക്ക് സുഖമില്ലെന്ന് പറഞ്ഞു. ആ പഴയ നെഞ്ചുവേദന പിന്നെയും വന്നൂല്ലേ? ഹേയ്, വയസ്സായിക്കൊണ്ടിരിക്കുകയല്ലേ. അത് നിനക്ക് മാത്രമല്ലല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട് നെഞ്ചുവേദന? വേറെ കുഴപ്പമൊന്നുമില്ല. ആസ് യൂഷ്വൽ. ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സൂക്ഷിക്കണം. ഇന്ന് രാവിലെ മോള് പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അല്ല, വിളിക്കുമ്പോഴെങ്കിലും നിനക്കൊന്ന് പറഞ്ഞൂടെ? ഹേയ്, അതിന് മാത്രമേ എനിക്കൊന്നുമില്ലടോ. നിങ്ങളൊക്കെ കൂടി എന്നെ രോഗിയാക്കരുതാ മതി. അത് വിട്. മനു എന്നാ നാട്ടിലെത്തുന്നത്? അവൻ അടുത്ത മാസം വരുന്നാ പറഞ്ഞേ. മോൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് നീ അവളോട് തന്നെ നേരിട്ട് ചോദിക്കേ. ആ, അവൾ എത്തിന്നാ തോന്നുന്നേ. മതി മതി, ഇവിടെ തന്നെ. ചേട്ടാ, ഒരു 10 മിനിറ്റ്. ഇപ്പൊ വരാം. ഒരു 10 മിനിറ്റ്. ചേച്ചി, എനിക്ക് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. വേറെ ഓട്ടോ ഉണ്ട്. ആ, ഇപ്പൊ വരാം. പുറത്തൊരു ഓട്ടോ വന്നിട്ടുണ്ട്. ഞാൻ പിന്നീട് വിളിക്കാം. വേറെ വിശേഷമൊന്നുമില്ലോ? എന്ത് വിശേഷം? ശരി. ഓ ശരി, ഓക്കെ. ആ മോളെ, അമ്മേ, നിനക്കൊന്ന് ബാങ്കിൽ പോണ്ടേ? ആ പോണം അമ്മേ. ഓഡിറ്റിങ്ങാ. അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. അച്ഛനിപ്പൊ എങ്ങനെയുണ്ട്? ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞേക്കാ. അച്ഛനകത്തുണ്ട്, നീ പോയി കണ്ടോ? ഞാനൊന്ന് കണ്ടിട്ട് വരാം. ആ, നീ മോളെ കൂടെ കൂട്ടിക്കൊണ്ടുവരാത്ത എന്താ? അവളുടെ സ്കൂളിൽ നിന്ന് ടൂറ് പോയിരിക്കാമേ. ആ ശരി. ആ മോളെ. അച്ഛാ, അയ്യോ, അച്ഛന്റെ കണ്ണിന് ഇത് എന്തു പറ്റി? ഇതൊന്നുമില്ല മോളെ. പിന്നെ? അത് അസുഖത്തിന്റെ ഒരു ഭാഗമാ. നീ ടെൻഷൻ അടിക്കണ്ട. 2 ദിവസം കൊണ്ട് മാറിക്കോളും. അച്ഛനോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു പുറത്ത് നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കാന്ന്. എന്തിനാ മോളെ അതൊക്കെ? വാ, നീ ഇരിക്കേ. ഇതും കൊണ്ട് നടക്കാനാണോ അച്ഛന്റെ ഭാവം? ഞാൻ ഇടയ്ക്ക് മനുവേട്ടനോട് പറഞ്ഞിരുന്നു, അടുത്ത ലീവിന് വരുമ്പോ അച്ഛനെ കൂടെ കൊണ്ടുപോവാന്നാ പറഞ്ഞേ. നമുക്ക് അവിടെ നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കണം. അതൊന്നും വേണ്ട മോളെ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ അച്ഛാ? എനിക്കിപ്പോ യാതൊരു പ്രശ്നവും ഇല്ല. ഐ എം കംപ്ലീറ്റ്ലി ഫൈൻ. അത് അച്ഛൻ മാത്രം പറഞ്ഞാ പോരാ, നമുക്ക് ഹോസ്പിറ്റലിൽ കാണിക്കണം. അതൊക്കെ വിട്. നീ മോളെ കൂടി കൂട്ടിക്കൂട്ടി വരാത്തെന്താ? എനിക്ക് അവളെ കാണാൻ കൊതിയാവുന്നു. അവൾക്ക് ക്ലാസ് ഇല്ലേ അച്ഛാ? 2 വർഷം കൂടെ കഴിഞ്ഞാ 10th-ലാ. നിനക്ക് അവധി ദിവസം നോക്കി വന്നാ പോരെ? 100 കൂട്ടം തിരക്കാണ് അച്ഛാ. ഇന്നാണെങ്കിൽ ബാങ്കിൽ ഓഡിറ്റിങ്ങും. വൈകുന്നേരം ഇറങ്ങാന്ന് വെച്ചാ ഒത്തിരി ലേറ്റ് ആവും. അതാ രാവിലെ തന്നെ അച്ഛനെ കണ്ടിട്ട് പോവാന്ന് വെച്ച്. നിനക്ക് എന്നും ഉണ്ടല്ലോ ഓരോ കാരണങ്ങള്. അങ്ങനല്ല അച്ഛാ. ഒന്നുമില്ലെങ്കിലും അവളെന്റെ പേരക്കുട്ടിയല്ലേ. എനിക്കും ഇല്ലേ അവളെ കാണാൻ ആഗ്രഹങ്ങള്. ഞാൻ ഇനി എത്ര നാള് കാണുന്ന ആർക്കറിയാം. അങ്ങനെ പറയല്ലേ അച്ഛാ. ഞാൻ ഇന്നലെ അവളെയും കൂട്ടി വരാനാ തീരുമാനിച്ച്. അപ്പോഴാ അവളുടെ ഒരു ടൂറ്. ഇന്നലെ എന്നോട് പറയുന്നത്. നേരത്തെ പറഞ്ഞാ ഞാൻ തീരുമാനം മാറ്റുന്നു വെച്ചിട്ടാ. എല്ലാ അടവും പഠിച്ചു വെച്ചിട്ടുണ്ട് അച്ഛാ. ഭയങ്കര കുസൃതിയാ. നിന്റെ അല്ലേ മോള്? കുട്ടിക്കാലത്ത് നീ എന്തോരം കാണിച്ചിരിക്കുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോ അവള് പാവാ. പഠിച്ചാ മതിയായിരുന്നു. 2 വർഷം കഴിഞ്ഞ് SLC എഴുതേണ്ട കുട്ടിയാ. ഞാനും മനുവേട്ടനും ഒരുപാട് നിർബന്ധിച്ചതാ വേറെ നല്ല സ്കൂളിലേക്ക് മാറ്റാന്ന്. പക്ഷെ മനുവേട്ടന്റെ അച്ഛൻ സമ്മതിക്കണ്ടേ. നല്ല ടീച്ചിങ് ഇപ്പോഴും സർക്കാർ സ്കൂളിലെന്നാ പുള്ളിക്കാരന്റെ വാദം. വലിയ പാടാച്ചാ. ചില നേരത്ത് ദേഷ്യം വരും. പഴയ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലേ? എവിടെന്ന്? രാവിലെ 2 പേരെ കിട്ടിയിട്ടുണ്ട്. പിടിച്ചിരുത്തി കത്തി വെക്കുക. അത് വിട്. നീ വല്ലതും കഴിച്ചോ? ഇല്ല. അവൾ അടുക്കളയിലുണ്ട്. നീ പോയി. അയ്യോ, സമയം ഒട്ടുമില്ല അച്ഛാ. ഞാൻ അമ്മയെ കണ്ടിട്ട് ഉടനെ ഇറങ്ങും. അച്ഛൻ റെസ്റ്റ് എടുത്തോളൂ. ബൈ, ടേക്ക് കെയർ. ഓട്ടോ വെയിറ്റ് ചെയ്യാ. അമ്മേ, ഞാൻ ഇറങ്ങുവാ. ഇവളുടെ ഒരു കാര്യം. ഹലോ. ഹലോ, കേശവൻ സാറല്ലേ? ഞാൻ സാറിന്റെ വലിയൊരു ആരാധകനാ. ആരാ സംസാരിക്കുന്നത്? ഞാൻ ആരാണെന്ന് പറഞ്ഞ പിന്നെ കഥ തീർന്നില്ലേ സാറേ? തൽക്കാലം സാർ അറിയേണ്ട ഒരു കാര്യം ഞാൻ പറയാം.
സാറിന് വളരെ വിലപ്പെട്ട ഒന്ന് എന്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? സാറിന്റെ പേരക്കുട്ടിയുടെ സ്കൂളിൽ നിന്നും ഇന്ന് ടൂർ പോയിരുന്നില്ലേ? ആ പോയ ബസ് ഞങ്ങളൊന്ന് ഹൈജാക്ക് ചെയ്തു. അപ്പോഴാ അറിയുന്നത് സാറിന്റെ പേരക്കുട്ടി അതിലുണ്ടെന്ന്. അപ്പോ അത് വിളിച്ചറിയിക്കുക എന്നത് എന്റെ കടമയല്ലേ? ഒന്നുമില്ലേലും ഞാൻ സാറിന്റെ ആരാധകനല്ലേ? നിങ്ങൾ ആളെ കളിയാക്കാണോ? ഞാൻ ആരാന്ന് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായില്ലല്ലേ? മനസ്സിലായത് കൊണ്ടല്ലേ സാറേ സാറിനെ തന്നെ വിളിക്കുന്നത്. എന്നാ എനിക്ക് കാര്യമായിട്ടൊരു കാര്യം പറയാം. എനിക്കൊരു 50 ലക്ഷം രൂപ തന്ന സാറിന്റെ ചെറുമോളെ അങ്ങ് തിരിച്ചു തന്നേക്കാം. മേലി നമ്പറിൽ വിളിക്കരുത്. കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് ആളെ വെടിയാക്കാൻ. ഈ ഫോൺ കണ്ടുപിടിച്ചാൽ തച്ചു കൊല്ലണം.